നമസ്കാരം. ഇറാനെതിരായ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ രണ്ട് തട്ടിലാണ്. ഇരു നേതാക്കളും തമ്മിൽ ചൊവ്വാഴ്ച നടന്ന വളരെ ദീർഘമായ ടെലിഫോൺ സംഭാഷണത്തിൽ ഇറാനെതിരെ വ്യോമാക്രമണം പുനരാരംഭിക്കണം എന്ന നിലപാടിലായിരുന്നു നെതന്യാഹു. എന്നാൽ ഇതിനോട് തീരെ യോജിപ്പില്ലായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആക്രമണം വീണ്ടും ആരംഭിക്കുന്നതിന് മുൻപ് നയതന്ത്രത്തിന് ഒരു അവസരം കൊടുക്കണം എന്നതായിരുന്നു ട്രംപിന്റെ അഭിപ്രായം. ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തുന്നതിന് പകരം ഒരു സമാധാന കരാറിലെത്താൻ അമേരിക്ക താൽപര്യം പ്രകടിപ്പിച്ചതാണ് ഇസ്രയേലിനെ ആകെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷം നെതന്യാഹു കടുത്ത ദേഷ്യത്തിലും ആശങ്കയിലുമായിരുന്നു എന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിന് പിന്നാലെ നെതന്യാഹു തലയ്ക്ക് തീപിടിച്ച അവസ്ഥയിലായിരുന്നു എന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ സൈനിക ശേഷിയെ ദുർബലപ്പെടുത്താനും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്ത് ഭരണകൂടത്തെ ദുർബലപ്പെടുത്താനുമായിരുന്നു വ്യോമാക്രമണങ്ങൾ പുനരാരംഭിക്കണം എന്നതായിരുന്നു നെതന്യാഹുവിന്റെ നിലപാട്. മാത്രമല്ല, സമാധാന ചർച്ചയെ അത്യധികം സംശയത്തോടെയാണ് അദ്ദേഹം നോക്കിക്കണ്ടത്. എന്നാൽ ചർച്ചകൾക്ക് അവസരം നൽകണമെന്നും അതുവഴി കരാറിൽ എത്തിച്ചേരാനാകും എന്നതായിരുന്നു ട്രംപിന്റെ നിലപാട്. അങ്ങനെ സംഭവിക്കാത്ത പക്ഷം യുദ്ധം തുടരാൻ തയ്യാറാണ് എന്നാണ് ട്രംപ് തന്റെ നയം വ്യക്തമാക്കിയത്. US-ഉം ഇറാനും ഒപ്പിട്ട യുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിക്കാനുള്ള ഒരു ധാരണാപത്രം സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാനും ഖത്തറും ചേർന്ന് തയ്യാറാക്കുകയാണ് എന്ന് നെതന്യാഹുവിനെ ട്രംപ് ടെലിഫോൺ സംഭാഷണത്തിനിടെ വ്യക്തമാക്കി. ഈ ധാരണാപത്രത്തിൽ ഒപ്പിടുന്നതിലൂടെ ചർച്ചകൾക്കായി 30 ദിവസം ലഭിക്കും. ഈ കാലയളവ് ഇറാന്റെ ആണവ പദ്ധതി, ഹോർമൂസ് കടലിടുക്ക് തുറക്കൽ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് പ്രയോജനമാകും എന്നാണ്. എന്നാൽ ട്രംപിന്റെ ഈ നീക്കത്തോട് നെതന്യാഹുവിന് വിയോജിപ്പായിരുന്നു. ആക്രമണങ്ങൾ വൈകിപ്പിച്ചത് തെറ്റായി പോയി എന്ന് താൻ കരുതുന്നു എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ആക്രമണം നേരത്തെ നിശ്ചയിച്ചതുപോലെ തുടരണം എന്ന നിർബന്ധം പിടിക്കുകയും ചെയ്തു. മാത്രമല്ല, ഫോൺ സംഭാഷണത്തിന് പിന്നാലെ നെതന്യാഹു ആകെ ഒരു ഭ്രാന്ത് പിടിച്ച മനുഷ്യനെ പോലെയായിരുന്നു. എന്തായാലും ട്രംപിന്റെ ഫോൺ വിളി ആശങ്കപ്പെടുത്തുന്നതാണെന്നും പിന്നീട് ഇസ്രായേലിന്റെയും US-ന്റെയും എംബസിക്ക് അമേരിക്കൻ നിയമ നിർമ്മാതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ ഇക്കാര്യം എംബസി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ട്രംപുമായി വിഷയം നേരിട്ട് ചർച്ച ചെയ്യാൻ നെതന്യാഹു വാഷിംഗ്ടൺ സന്ദർശനത്തിന് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കാനും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ച് ഭരണകൂടത്തെ ദുർബലപ്പെടുത്താനും വ്യോമാക്രമണം പുനരാരംഭിക്കണം എന്നതാണ് നെതന്യാഹുവിന്റെ ആവശ്യം. UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്ന് ചൊവ്വാഴ്ച ഇറാനിൽ നടത്താനിരുന്ന ആക്രമണങ്ങൾ താൻ മാറ്റിവെച്ചതായും ഞായറാഴ്ച ട്രംപ് വ്യക്തമാക്കിയിരുന്നു. US-ഉം ഇറാനും തമ്മിലുള്ള ഭിന്നതകൾ പരിഹരിക്കുന്നതിനായി ഖത്തറും പാകിസ്ഥാനും ചേർന്ന് പ്രാദേശിക മധ്യസ്ഥരുടെ സഹായത്തോടെ പുതുക്കിയ സമാധാന നിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ ഈ ചർച്ചകളിൽ നെതന്യാഹുവിന് വലിയ സംശയമുണ്ട്. ഇതിനിടെയാണ് ഇറാൻ വിഷയത്തിൽ താൻ ആവശ്യപ്പെടുന്നത് എന്തും നെതന്യാഹു ചെയ്യുമെന്ന് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ് എന്ന് വീണ്ടും സ്ഥാപിച്ചെടുക്കുകയാണ് ട്രംപ്.